യേശു കർത്താവ് യോർദാനിൽ സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ശബ്ദം ഉണ്ടായി. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, നാമും ദൈവത്തിൻ്റെ പ്രിയപുത്രനും പുത്രിയും ആയിത്തീരേണ്ടതിന് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം സ്നാനം ഏൽക്കേണ്ടതാണ്. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. സ്നാനം എന്നത് റോമർ 6:3 പറയുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുക എന്നതാണ്. സ്നാനം ഒരു സഭയോട് ചേരുന്നതല്ല, യേശുവിനോട് ചേരുന്നതാണ് സ്നാനം. ആരാണ് സ്നാനമേൽക്കേണ്ടത്? യേശുവിനെ വിശ്വസിക്കുകയും യേശുവിനെ വായ് കൊണ്ട് ഏറ്റുപറയാനും പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും സ്നാനം ഏൽക്കാം. എന്തുകൊണ്ട് സ്നാനം എടുക്കണമെന്ന് നിങ്ങളോട് പറയുന്നു? അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവ് നമുക്കത് മാതൃകയായി കാണിച്ചു തന്നേച്ചു പോയി. അതെ പ്രിയമുള്ളവരെ, നിങ്ങളും സ്നാനമേൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.